ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെം ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടി കൊണ്ടാണ്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് മധുരത്തിന് വേണ്ടിയുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അത് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3/4 ഗ്ലാസ് വെള്ളവും 3 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ ശർക്കര ഉരുക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അത് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങ ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് തരിച്ച് കാണ്ട് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ല കട്ടിയുള്ള പാലാട്ടോ വേണ്ടത്. അതുകൊണ്ട് തന്നെ കുറേ വെള്ളമൊന്നും പാരണ്ട, കുറച്ച് വെള്ളം പാർന്ന് കാണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. തേങ്ങാപ്പാൽ നിങ്ങൾ 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അമൃതപ്പൊടിയും അതേ ആ 1 ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അമൃതപ്പൊടി എടുക്കുക. അതേപോലെ തന്നെ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് ശർക്കര വെള്ളവും എടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഇനി കിണ്ണത്തപ്പത്തേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. ഇതിനിവിടെ മിക്സിൻ്റെ ജാറിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് അമൃതപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3/4 ഗ്ലാസ് ശർക്കര വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചെടുക്കാം. ഇതിന് റെസ്റ്റിനൊന്നും വെക്കണ്ട, ഇപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2 രീതിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് എന്ന്. ഒരു രീതി ഇഡ്ഡലി തട്ടിലാട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. അതിന് കാരണം ഇഡ്ഡലി തട്ടിലാവുമ്പോൾ ചെറുതായിട്ടുണ്ടാകും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതാട്ടോ ഞാൻ ഇഡ്ഡലി തട്ട് എടുക്കാൻ കാരണം. ഈ തട്ടിൽ എണ്ണ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 2 തട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇറക്കി വെച്ചിട്ട് 25 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് നല്ലോണം ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയ കിണ്ണത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഡ്ഡലി തട്ടിലുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നല്ലത്. അത്ര വല്ല കട്ടിയൊന്നും ഉണ്ടാവില്ല. ഓൾക്ക് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇത് 2ാമത്തെ രീതിയാണ്. ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലും ഇതേപോലെ നമ്മൾ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളെ ബാറ്ററി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഡബിൾ ബോയിലാണ് ചെയ്യണത്. ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ 25 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 രീതിയിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് കാണ്ടും ഒന്ന് സാധാ നമ്മൾ ഇഡ്ഡലി തട്ടിയിൽ വെച്ച് കാണ്ട് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് നിങ്ങൾ വേവിച്ചെടുക്കണത്. കുട്ടികൾക്കൊക്കെ അതായിരിക്കും സുഖം. അത്ര വല്ല കട്ടിയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള പുതിയ വിഭവങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയി കാണണം. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.